ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. ഞങ്ങൾ പണ്ട് മുതലേ അമ്മ അങ്ങനെ അവർ വയ്ക്കുന്നത് കണ്ട് ഞാൻ പഠിച്ച രീതിയാണ്. ആ രീതിക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ചധികം ഇഞ്ചിയുണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 4ആയിട്ട്. പിന്നെ കുറച്ച് ഉള്ളി, കൊച്ചുള്ളി ആണെങ്കിൽ കൊച്ചുള്ളി, എനിക്കിപ്പോൾ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി. നമ്മൾ വിനീഗർ ചേർക്കത്തില്ല, പുളിയാണ് ഞങ്ങൾ പണ്ടേ അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം, ഇത് നല്ലെണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടുപ്പ് ഓൺ ചെയ്ത് കൊടുക്കാം. ചൂടാകുന്ന സമയത്ത് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയെല്ലാം വറുത്ത് കോരാനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇപ്പോഴും കടുവറുത്തിടത്തില്ല, കടുക് പൊട്ടിക്കാതെ കുറച്ച് കറിവേപ്പില ഇട്ട്, കുറച്ച് കറിവേപ്പില ലാസ്റ്റ് നമുക്ക് താളിക്കണമല്ലോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇഞ്ചിയാണ് കട്ടി കൂടുതൽ, അതുകൊണ്ട് ഇഞ്ചി കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ബ്രൗൺ കളറ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വേണം നമ്മൾ ഇഞ്ചിയും എല്ലാ സാധനവും മൂപ്പിച്ചെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ കരിഞ്ഞ ചുവ വരും, കരിയാനേ പാടില്ല. അപ്പോൾ അല്പസമയം അതിന് വേണ്ടി മാത്രം കളഞ്ഞാൽ മതി. പിന്നെ പെട്ടെന്ന് ഇഞ്ചിക്കറി നമുക്ക് റെഡിയാകും. ആ വറുത്ത് എടുക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുള്ളൂ. അപ്പം ഇത് ഒന്ന് നല്ലവണ്ണം ബ്രൗൺ കളർ ആകട്ടെ. നമ്മുടെ ഇഞ്ചി ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് എടുത്തു വച്ചേക്കുന്ന വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അത് എത്രയാണ് എടുത്തിട്ടുള്ളത് അതും ഇട്ട് കൊടുത്തിട്ട്, പിന്നെ മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഉള്ളിയും ഇട്ട് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ തേങ്ങ കൂടി വറുത്ത് ഇട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ തേങ്ങ യൂസ് ചെയ്യാറില്ല, ഇത്രയും തന്നെയാണ് എടുക്കുന്നതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി നല്ലവണ്ണം ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രത്യേകമല്ല ഇടുന്നത്, നമ്മൾ ചെയ്യുന്നത് ഫ്ലെയിം കുറച്ച് വെക്കണം, കരിഞ്ഞു പോകാതെ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, അല്പം ഉലുവാപ്പൊടി, കരിയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് മുളക് പൊടി ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ കായത്തിൻ്റെ കട്ടയാണ് എടുത്ത് വച്ചിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം തന്നെ അത് നല്ലവണ്ണം മൂത്ത് നല്ലതായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം, കരിയാനേ പാടില്ല, മുളകെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം ഇഞ്ചിയും എല്ലാത്തിൻ്റെയും മണം അടിച്ചപ്പോൾ തന്നെ നമുക്ക് ചോറുണ്ണാനായിട്ട് തോന്നുന്നുണ്ട്. നല്ല മണമാണ് ഇഞ്ചിയും ഈ മസാലക്കൂട്ടും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ ഉള്ളത് മണം പ്രത്യേകതയാണ്. ഇപ്പം നമ്മളിതിൽ ചേർക്കേണ്ടത് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം.
വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല കണ്ട ഇളക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്ന കണ്ട. അപ്പോൾ നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആ പച്ച ചുവയൊന്ന് കഴിഞ്ഞിട്ട് നമുക്കത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അരയണ്ട, കുറച്ചൊന്ന് അരച്ചെടുക്കണം. കുറച്ചൊന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല ഇതായിട്ട് ഇരിക്കും. കണ്ട സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് എടുക്കുമ്പം തന്നെ. അപ്പോൾ എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നല്ല മണം. അത് ഇപ്പം തന്നെ നമുക്ക് ചോറെടുത്ത് വെച്ചാൽ കഴിക്കാമെന്ന് തോന്നുന്നു. ആ ഒരിതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം പച്ച ചുവയൊന്ന് മാറിയിട്ട് ഇതെല്ലാം ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം വേണം മിക്സിയിലൊന്ന് അരച്ചെടുക്കാനായിട്ട്. എല്ലാം ചേർത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് ഇതുപോലെയാണ് ഞങ്ങളുടെ അമ്മൂമ്മയുടെ അമ്മ, അങ്ങനെ മുത്തശ്ശി, അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് കണ്ട് നമ്മളിത് പഠിച്ച ഒരു രീതിയാണ്. പിന്നെ ഇനി എത്ര രീതി വേറെ കണ്ടാലും നമുക്ക് ആ ഒരു രീതി ചെയ്യാനായിട്ട് തോന്നത്തില്ല. നമ്മൾ ചെയ്ത് പഴക്കം വന്ന ഒരു രീതി ഇതാണ്. ഇഞ്ചി എന്ന് പറയുന്നത് 100 കറിക്ക് തുല്യം ആണ് ഇഞ്ചി എന്നാണ്. അപ്പോൾ ഒരു ഇഞ്ചിക്കറി, സത്യം പറഞ്ഞാൽ ഒരു ഇഞ്ചിക്കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. വേറെ ഒരു കറിയും നമുക്ക് ആവശ്യമേ ഇല്ല. ഇത് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണയിൽ യൂസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ദിവസമൊക്കെ നല്ലവണ്ണം ഇരിക്കും. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ച് വിനീഗറൂടെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയാകാതെ നമുക്ക് കുറച്ച് പുറത്ത് തന്നെ വച്ചേക്കാനും കഴിയും. പിന്നെ ഞാൻ വിനീഗർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് കണ്ടോ നല്ലവണ്ണം ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് അടുപ്പൊന്ന് ഓഫാക്കിയിട്ട് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് പുളി ആഡ് ചെയ്യാനുണ്ട്. അത് കടുവറുത്ത് കഴിഞ്ഞ ശേഷം അത് ആഡ് ചെയ്ത ശേഷം ഇത് അരച്ച് വെച്ചേക്കുന്ന എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചെയ്ത് വെച്ചതെല്ലാം നല്ല തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കതിൽ അതൊന്ന് മിക്സിയിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ആ ചീനച്ചട്ടി തന്നെ വെച്ചാൽ മതി, വേറെ ഒന്നും മാറ്റണ്ട. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണ കുറച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അത് പൊട്ടുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറ്റൽമുളക് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് അല്പം കുറയ്ക്കണം. പിന്നെ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ്. ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങാറില്ല. അതിലേക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്നതിൽ ഒരു വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ച് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പുളി ചേർക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും പല രീതിക്കാണ് ചെയ്യുന്നത്. അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ കണ്ട് വളർന്ന രീതിക്കുള്ള ആ ഒരു ഇഞ്ചിക്കറിയാണ്. നമ്മൾ പണ്ടേ ചെയ്യുന്നതാണ്. ഇപ്പം തന്നെയും മണം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും നല്ല മണം. കുറച്ച് വെള്ളം ഇതിലുണ്ട്. എല്ലാം കൂടി ഒന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ നല്ല ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ കണ്ടോ, ഒത്തിരി ഉണ്ടായിരുന്നു കണ്ടപ്പോൾ. ഇപ്പോൾ കണ്ടോ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു തുമ്മൽ വന്നതാണ്.
കട്ടായത്. ഇതൊക്കെ കടുവറുക്കുന്നതൊക്കെ എനിക്ക് ചിലപ്പോൾ തുമ്മലൊക്കെ വരാറുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നല്ലവണ്ണം തിളച്ച് ഇതായിട്ടൊക്കെ വരുന്നുണ്ട്. ഒത്തിരി ലൂസായി ഇരിക്കാനും പാടില്ല, ഒത്തിരി ചോറ് പോലെ കട്ടിക്ക് ആകാനും പാടില്ല. നമുക്ക് അല്പം വെള്ളത്തിൻ്റെ ഒരു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ സാധാ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. തിളപ്പിച്ച് ആറിയ വെള്ളം, തണുത്ത വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഇട്ട് ഉപ്പ്, അപ്പോൾ ഇതിപ്പോഴും കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഇഞ്ചിയുടെ ഒരു ചുവ മാറാനായിട്ടും ആ ഒരു കൂട്ടെല്ലാം കറക്റ്റ് ആകാനായിട്ടും നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി മധുരവും വേണ്ട, എന്നാൽ കുറഞ്ഞിരിക്കാനും പാടില്ല. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇഞ്ചിക്കറി ഇതാ നല്ലവണ്ണം തിളച്ച് ഇത്രയും മതി കേട്ടോ. തണുക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഇഞ്ചിയുടെ മണം അടിച്ചപ്പോൾ തന്നെ നമുക്ക് ഉണ്ണാനായിട്ട് തോന്നുന്നുണ്ട്. കണ്ടാ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പല രീതിക്കുള്ളതും എല്ലാവരും ചെയ്ത് കാണും. ഈ രീതിയിലും കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റുകൾ ഇടണം. പിന്നെ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അടുത്തത് ഉടനെ തന്നെ മാങ്ങ അച്ചാറിൻ്റെ വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.